ഇപ്പോൾ ഈ കല്ലിൻ്റെ കളവ് നമുക്ക് നടക്കുന്നത് 9-ാം തീയതി പുലർച്ചെ, കഴിഞ്ഞ ദിവസം 9-ാം തീയതി പുലർച്ചെ ഏകദേശം നമുക്ക് ഒരു 2 to 3-ന്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. കിളികൾ കൂടുകൂട്ടുന്നതിനായി ആവശ്യ സാധനങ്ങൾ കരുതുന്നത് പോലെ സ്വപ്നഭവനത്തിനായി സ്വരുക്കൂട്ടി വെച്ച കല്ലുകൾ മോഷ്ടിച്ച സംഘത്തെ പിടികൂടി യുവാവ്. ഇരുമ്പിളിയം മങ്കരി സ്വദേശി രാജേഷാണ് കല്ല് കള്ളന്മാരെ കൈയോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ആദ്യം സ്ഥലം കണ്ടെത്തും, പിന്നെ ചുള്ളിക്കമ്പുകൾ ശേഖരിക്കും, പിന്നെ ഉണങ്ങിയ ഇലകൾ ശേഖരിച്ച് സ്ഥലത്തെത്തിക്കും. ഇങ്ങനെ കിളികൾ കൂടുകൂട്ടാൻ ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇരുമ്പിളിയം മങ്കേരിയിലെ കുണ്ടുകുളങ്ങര രാജേഷും. തന്റെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കുന്നതിനായി നാളുകൾ എണ്ണിയാണ് രാജേഷ് ഓരോന്നും ശേഖരിക്കുന്നത്. അതിൽപ്പെട്ടതായിരുന്നു 2 ലോഡ് ചെങ്കല്ലും. ഇടയ്ക്കിടെ തന്റെ വീട് പണി നടക്കുന്ന സ്ഥലത്ത് രാജേഷ് എത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം എത്തിയപ്പോഴാണ് വീടിനായി ഇറക്കിവെച്ച ചെങ്കല്ല് കാണാതായതായി കണ്ടെത്തിയത്. ആദ്യം ആശങ്കയും നിരാശയുമായിരുന്നുവെങ്കിലും പിന്നീട് കല്ല് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്ന് തന്നെയായിരുന്നു ചിന്ത. രാജേഷിന്റെ സ്വപ്നത്തിനൊപ്പം പിന്തുണയുമായി നിൽക്കുന്ന നാട്ടുകാരും സുഹൃത്തുക്കളും പതിവ് പോലെ രാജേഷിനൊപ്പം നിന്നു. പിന്നെ കള്ളന്മാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു എല്ലാവരും. കല്ല് രാവിലെ നമ്മൾ ഞാൻ എന്നും 2 നേരം ഇവിടെ വരും. 2 നേരം ഇവിടെ വരുന്ന സമയത്ത് വൈകുന്നേരം പോകുമ്പോൾ 6 മണി 6 വരെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ 8:30 വരുന്ന സമയത്ത് ഫസ്റ്റ് എൻ്റെ അച്ഛനാണ് കണ്ടത്. അതുപോലെ അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ വന്നു. ഞാൻ വരാറാവണുള്ള 8:30 സമയത്ത് വരിക. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 300-ലധികം കല്ല് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വിഷ്വൽസിൽ കണ്ടത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം പോലീസിൽ പരാതി കൊടുത്തു. പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അതിൻ്റെ CCTV വിഷ്വൽസ് നമ്മൾ സുഹൃത്തുക്കളായിട്ടും നാട്ടുകാരായിട്ടും ഏകദേശം വളാഞ്ചേരി ഭാഗം വരെ പോയ റൂട്ടും ഒക്കെ ഫോളോ ചെയ്ത് ഞങ്ങൾ പോയി കണ്ടെത്തി. അതിൽ നിന്ന് നമുക്ക് കൊട്ടാരത്തിലുള്ള ഒരു വിഷ്വൽസ് നിന്ന് കണ്ടെത്താൻ സാധിച്ചു. തൊട്ടടുത്ത CCTVകൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം. ഒടുവിൽ വിരുദ്ധന്മാരെ ഇവർ കൈയോടെ പിടികൂടുകയും ചെയ്തു. വലിയകുന്ന് സ്വദേശികളായ പരവയ്ക്കൽ ഷാഹുൽ അമീൻ, വാലിയിൽ മുഹമ്മദ് മുസീൻ, വലിയ പറമ്പിൽ സഫർ അലി എന്നിവരെയാണ് രാജേഷ് വളാഞ്ചേരി പോലീസിൽ ഏൽപ്പിച്ചത്. കല്ല് കടത്താൻ ഉപയോഗിച്ച ടിപ്പർ ലോറിയും കാറും പോലീസ് പിന്നീട് കണ്ടെടുത്തു. ആദ്യത്തെ ഒരു സംഭവമല്ലല്ലോ, കാരണം ഈ മാസം തന്നെ ഇപ്പോൾ 2ാമത്തെ ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കളവുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ശക്തമായി തന്നെ ഇതിൻ്റെ പിന്നിൽ തന്നെ കോംപ്രമൈസ് കോളുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കണില്ല. എന്ത് തന്നെ ആയാലും ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ആരായാലും ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ നമുക്ക് ഇതിന്ന് ഈ ഒരു കളവോട് കൂടി ചിലപ്പോൾ ഈ നാട്ടിലെ ഇത്തരം ഇതിന് മുന്നേ നടന്ന പല കളവുകളും നമുക്ക് വിളിച്ചത് കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷത്തിലുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രദേശത്ത് മോഷണം പതിവായതോടെ ആശങ്കയിലായിരുന്നു പ്രദേശവാസികളും. മങ്കേരിയിൽ തുടർക്കഥ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇതിന് മുന്നേ പല വീടുകളിലും കർഷകരുടെ ഈ ഉൽപ്പന്നങ്ങൾ, അതുപോലെ വീടുകളിൽ വെച്ചുള്ള അടയ്ക്ക കർഷകരുടെ, അതുപോലെ നെല്ല്, അതുപോലെ സ്ത്രീകളുടെ പല ഈ വീടുകളിൽ നിന്ന് ഈ സന്ധ്യയായ സമയത്ത് മാല പൊട്ടിക്കൽ ശ്രമങ്ങൾ, പോലീസിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പെട്രോളിങ്ങോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്കോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നത്. പല ചെറിയ വലിയ മുതൽ ചെറിയ സാധനങ്ങൾ വരെ ഇവിടെ ഇപ്പോൾ കളവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് ഇതിൻ്റെ മുൻപ് ഒരു ചന്ദനം നഷ്ടപ്പെടുകയുണ്ടായി. അതിന് യാതൊരു തുമ്പും ഉണ്ടായിട്ടില്ല. അപ്പോൾ PTA ഭാഗത്തുനിന്ന് ഞങ്ങൾ കുറേ അന്വേഷണമൊക്കെ നടത്തി. പ്രത്യേകിച്ച് അതിന് റിസൾട്ടൊന്നും ഞങ്ങൾക്ക് വന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മാനാജിയുടെ ഒരു വീട്ടിൽ കടന്ന് സ്വർണം നഷ്ടപ്പെട്ടു. വേണ്ടമാതിരി അതിനൊരു തെളിവുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കള്ളന്മാരെ കൈയോടെ പിടികൂടിയ രാജേഷ് ഇതോടെ സ്ഥലത്തെ താരമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. Ampere College of Science offers hospital administration course, MBA in healthcare management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram.